ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക് ടി വി. ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ബജാജ് മോട്ടോർ സൈക്കിൾസിന്റെ CNG മോട്ടോർ സൈക്കിൾ, ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ CNG മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയാനാണ്. നമുക്കറിയാം, CNG എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ബജാജ് ഉദ്ദേശിക്കുന്ന കാര്യം ഫ്യൂൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ കുറച്ചും കൂടിയും എമിഷൻ കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടിയും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ്. ഇനി ബജാജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ബജാജ് ഓൾറെഡി 3 വീലേഴ്സിലൊക്കെ വളരെയധികം നാളുകളായിട്ട് CNG എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ CNG ഫില്ലിംഗ് സ്റ്റേഷൻസിന്റെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് കുറച്ച് നാളുകൾ മുൻപ് ഞാൻ കേട്ടിരുന്നു. വളരെയധികം ഇഷ്യൂസ് ഉണ്ട്. CNG നിറയ്ക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഫ്യൂൽ സ്റ്റേഷൻസ് വളരെയധികം കുറവാണെന്നുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. പല ഓട്ടോറിക്ഷക്കാരും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വരി നിന്നിട്ടാണ് CNG ഫില്ല് ചെയ്തിരുന്നതെന്നുള്ള ന്യൂസൊക്കെ ചില സ്ഥലങ്ങളിൽ ഞാൻ ആ ഒരു ന്യൂസ് കണ്ടിരുന്നു. എന്തായാലും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ് ഓൾറെഡി ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തായാലും സോൾവ് ചെയ്യട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി ഈ പറയാൻ പോകുന്ന ഏറ്റവും പുതിയ ലോകത്തിലെ തന്നെ ഫസ്റ്റത്തെ CNG മോട്ടോർ സൈക്കിൾ ഫ്രീഡം 125 എന്നാണ് ബജാജ് മോട്ടോർ സൈക്കിൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇതിന് ലുക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ലുക്ക് വളരെയധികം ഇഷ്ടമായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിൻ്റെതായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ലുക്കാണ്. ഫ്രണ്ടിലുള്ള ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ഹെഡ്ലൈറ്റ് കവർ ആണെന്നുണ്ടെങ്കിലും ഫോർക്കിന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷന് കൊടുത്തിരിക്കുന്ന ആ ഒരു കവേഴ്സ്, ഇനി സിംഗിൾ പീസ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു സീറ്റ്, മോണോഷോക്ക് ആയിട്ടുള്ള സസ്പെൻഷൻ, അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ നല്ല രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു 2 ലിറ്റർ ആയിട്ടുള്ള പെട്രോൾ ടാങ്കേ വരുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂൽ ടാങ്ക്, അങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള നല്ല ക്യൂട്ട് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഈ ഒരു ഫ്രീഡം 125 എന്ന് പറയുന്ന ഈ ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ. ഇനി നമ്മൾ ഇതിന്റെ സ്പെക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത് 125cc ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. പവർ വരുന്നത് 9.5 HP ആണ്. ടോർക്ക് വരുന്നത് 9.7 Nm ഓഫ് ടോർക്ക് ആണ്. വെയിറ്റ് വരുന്നത് 147 കിലോഗ്രാം ആണ്. ഇനി എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു എയർ കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആണ്. ഇനി അതിൽ കൂടുതൽ നമുക്കറിയാം, ഒരു ബൈ ഫ്യൂൽ ആയിട്ടുള്ള 2 ഫ്യൂൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പെട്രോളും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് CNG യൂസ് ചെയ്യാം. പെട്രോളിന് വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞു 2 ലിറ്റർ ആയിട്ടുള്ള ഒരു ടാങ്കാണ് വരുന്നത്. CNG വേണ്ടി 2 കിലോഗ്രാം ആയിട്ടുള്ള ഒരു ടാങ്കാണ് വരുന്നത്. ഏകദേശം ഫ്യൂൽ റേഞ്ച് കമ്പൈൻ ചെയ്തിട്ട് 330 കിലോമീറ്റർ ഒക്കെയാണ് പറയുന്നത്. 120 കിലോമീറ്റർ ഒക്കെയാണ് മൈലേജ് എന്നുള്ള ഒരു ചെറിയൊരു എന്താ പറയുക കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഈ ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് IDC ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് സൈക്കിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസിയാണ്. അതൊരു സാധാരണക്കാരന് ഓടിച്ചാൽ കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് റിയൽ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എമിഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെയധികം എമിഷൻ ഫ്രീ ആയിട്ടുള്ള രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രോക്സൈഡിന്റെ ഒക്കെ അളവ് വളരെയധികം കുറവായിരിക്കും ഈ ഒരു മോട്ടോർ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി 2 തരത്തിലുള്ള ഫ്യൂൽ ഉണ്ടെന്ന് പറഞ്ഞു, പെട്രോളും അതുപോലെ തന്നെ CNGയും. ഈ ഒരു പെട്രോളിൽ നിന്ന് CNGയിലേക്കും CNGയിൽ നിന്ന് പെട്രോളിലേക്കും നമുക്ക് ബൈക്ക് ഓഫ് ചെയ്യാതെ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. സോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ബജാജ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം ഇതിന്റെ പ്രൈസ് ആണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 95,000 rupees തൊട്ടിട്ടാണ്. 3 വേരിയന്റ് ആണ് വരുന്നത്. വേരിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിസ്ക്, ഡ്രം, അതാണ് മെയിൻ ആയിട്ടുള്ള വേരിയൻസിലുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് മനസ്സിലാക്കാനാണ് സാധിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഏകദേശം 7 കളേഴ്സിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ലുക്ക് എനിക്ക് വളരെയധികം ഇഷ്ടമായി. നല്ലൊരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിന്റെ ആയിട്ടുള്ള ഒരു ലുക്ക് ബജാജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഭയങ്കരമായിട്ടൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിലിണ്ടറിന്റെ മുകളിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു സെറ്റപ്പിനാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലോഷന്റെ കാര്യങ്ങളൊന്നും ഞാൻ അത്രയും സംസാരിക്കുന്നില്ല, കാരണം ഓൾറെഡി ബജാജ് വളരെയധികം വിജയിച്ചൊരു കാര്യമായതുകൊണ്ട് തന്നെ അത്ര വലിയൊരു പ്രശ്നങ്ങളൊന്നും വരാനായിട്ടുള്ള ചാൻസ് കുറവാണ്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു പ്രശ്നമെന്ന് തോന്നിയത്, അത് പ്രശ്നമൊന്നുമല്ല, ബേസിക്കലി ഒരു സിലിണ്ടർ കൊടുത്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ സീറ്റ് ഹൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ 825 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നല്ല സീറ്റ് ഹൈറ്റ് ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ്. ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുമ്പോഴും ഒരു ആവറേജ് ഇന്ത്യന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴും, അപ്പോൾ ഈ ഒരു സീറ്റ് ഹൈറ്റും അതുപോലെ തന്നെ ഒരു ആവറേജ് ഇന്ത്യന്റെ ഹൈറ്റും കൂടി കമ്പയർ ചെയ്യുമ്പോൾ അതൊരു പ്രോപ്പറായ ഒരു സെറ്റപ്പിലേക്ക് വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. കാരണം അറിയാലോ, ഒരു കമ്പ്യൂട്ടർ പർപ്പസിന് എടുക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് 2 കാലും റീച്ച്
റീച്ച് ആവണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടായിട്ട് തോന്നി. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ആണ് ബജാജ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു C8 ഇഷ്യൂ എന്നൊന്നും ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവർ മെയിൻ ആയിട്ട് C8 വരാനായിട്ടുള്ള കാരണം തന്നെ ഈ ഒരു സിലിണ്ടറിൻ്റെതായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കൊണ്ടും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എഞ്ചിനും ആ ഒരു സിലിണ്ടറും തമ്മിൽ അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കാം. എനിക്ക് അങ്ങനെ തോന്നി. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ ടോപ്പ് ആയിട്ടുള്ള ആ ഒരു സീറ്റും ആ ഒരു ടോപ്പ് പോർഷനൊക്കെ കുറച്ചിങ്ങനെ ഫ്രെയിമിൽ നിന്നും കുറച്ചധികം പൊന്തി നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.